മക്കളെ അപ്പോൾ നമ്മുടെ 9 ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റായി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളെ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന് ചോദിക്കുന്നത്. നമ്മളെ 10th ക്വസ്റ്റ്യൻ എന്താ നോക്കിയാൽ മക്കളെ, നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞത് 2 arithmetic sequences are given below. താഴെ 2 സമാന്തര ശ്രേണികൾ തന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 4th ടേംസ് ഓഫ് 2 സീക്വൻസ്. അതായത് ഈ തന്ന 2 ശ്രേണിയുടെയും 4ാം പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ നമുക്ക് 2ന്റെ 4ാം പദം കണ്ടുപിടിച്ചിട്ട് മക്കളെ 2ന്റെ 4th ടേം എത്ര, ഇവിടെ കോമൺ ഡിഫറൻസ് 6 ആണ്. അപ്പോൾ 17 + 6 പറഞ്ഞാൽ നമുക്ക് 23 എന്ന് കിട്ടും. അതേപോലെ ഇവിടെയും കോമൺ ഡിഫറൻസ് 6 ആണ്. അപ്പോൾ 20 + 6 പറഞ്ഞാൽ നമുക്ക് 26 എന്ന് കിട്ടും. ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ മക്കളെ, ഇതിൻ്റെ ഡിഫറൻസ് അല്ലേ 4th ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്. ഈ 2 അരിതമെറ്റിക് സീക്വൻസിൻ്റെയും 4th ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഈ 2 സമാന്തര ശ്രേണിയുടെ 4ാം പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്ര ചോദിച്ചാൽ, ഇതിൻ്റെ 26 അല്ലേ മക്കളെ. അപ്പോൾ 26 - 23 = എത്ര കിട്ടും മക്കളെ, നമുക്ക് 3 എന്ന് ആൻസർ കിട്ടും. അതായത് ഇതിൻ്റെ 4th ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 3 എന്ന് കിട്ടും. എന്താ ബി ക്വസ്റ്റ്യൻ ചോദിച്ചത്, ബി ക്വസ്റ്റ്യൻ ചോദിച്ചു മക്കളെ, ഹൗ മച്ച് മോർ ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദ സെക്കൻഡ് സീക്വൻസ് ദാൻ ദ സം ഓഫ് 25 ടേംസ് ഓഫ് ദ ഫസ്റ്റ് സീക്വൻസ്. അതായത് ആദ്യത്തെ എന്തിൻ്റെ സീക്വൻസിൻ്റെ 25 ടേംസിൻ്റെ സമ്മിലേറെ എത്ര കൂടുതലാണ് സെക്കൻഡ് സീക്വൻസിൻ്റെ 25 ടേംസിൻ്റെ സമ്മ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ 2 സീക്വൻസിൻ്റെ 2 അരിതമെറ്റിക് സീക്വൻസ് 2 സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ 25 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമുക്ക് 2ൻ്റെയും കണ്ടുപിടിക്കാം മക്കളെ, സെപ്പറേറ്റ് ആയിട്ട് തന്നെ കണ്ടുപിടിക്കാം. ഫസ്റ്റത്തെ സീക്വൻസ് ഏതാ മക്കളെ, 5, 11, 17, 23 എക്സെട്ര അല്ലേ. ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്, കോമൺ ഡിഫറൻസ് നമുക്കറിയാം 6 ആണ്. ഫസ്റ്റ് ടേം എത്ര മക്കളെ, ഫസ്റ്റ് ടേം 5 ആണ്. ഇനി നമുക്ക് സമ്മ് തുക കാണാൻ ഇക്വേഷൻ എന്താ മക്കളെ, Sn = n/2 × x1 + xn അല്ലേ. ഇതിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സൈഡിൽ എഴുതിയൊക്കെ ഫസ്റ്റ് ടേം എഴുതി, കോമൺ ഡിഫറൻസ് എഴുതി. n എത്ര മക്കളെ, എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 സീക്വൻസിൻ്റെ എത്ര ചോദിച്ചിരിക്കണേ, സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് അല്ലേ, ആദ്യത്തെ 25 പദങ്ങളുടെ തുകയല്ലേ. അപ്പോൾ n എത്രയാക്കണം മക്കളെ, 25 ആയിരിക്കും. ഇനി നമുക്ക് അവസാന പദം കണ്ടുപിടിക്കണ്ടേ, അതായത് 25ാം പദം കണ്ടുപിടിക്കണ്ടേ. എങ്ങനെ മക്കളെ നമ്മൾ 25ാം പദം കണ്ടുപിടിക്കുക, എന്താ നമ്മുടെ ഇക്വേഷൻ, x1 + 24d ചെയ്താൽ മതിയില്ലേ. 1ാം പദത്തിൻ്റെ കൂടെ 24 പൊതു വ്യത്യാസം കൂട്ടിയാൽ മതി. അപ്പോൾ 1ാം പദം എത്ര മക്കളെ, നമ്മൾ 5 അല്ലേ, 5 + 24 × 6 അല്ലേ, = 5 + 24 × 6 പറഞ്ഞ മക്കളെ 20 × 6 120 144 എന്ന് വരും. എത്ര വരും മക്കളെ, 6 × 4 24 അല്ലേ, 144 വരും. = നമുക്ക് 144 + 5 പറഞ്ഞാൽ x 25 = 149 എന്ന് കിട്ടും. അതായത് 25ാം പദം എത്ര കിട്ടി നമുക്ക്, 149 കിട്ടി. അപ്പോൾ എല്ലാതും കിട്ടിയില്ല. ഇനി നേരെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക, = 25/2 × ഫസ്റ്റ് ടേം നമുക്കറിയാം 5 ആണ്, പ്ലസ് അവസാന പദം എത്ര മക്കളെ, 149 ആണ്. = 25/2 നമ്മൾ അതേപോലെ എഴുതാം. 5 + 149 പറഞ്ഞാൽ നമുക്കറിയാം 154 ആണ്. ഇനി എന്താ ചെയ്യുക മക്കളെ, നമ്മൾ ഇത് രണ്ടും കട്ട് ചെയ്യണ്ടേ. അതായത് 2ഉം 154 കട്ട് ചെയ്താൽ 154 പകുതി എത്ര മക്കളെ, 75ഉം 75ഉം 150 വരും. അപ്പോൾ 77 എന്ന് വരും. അതായത് 154 പകുതി എത്ര കിട്ടി, 74 കിട്ടി. ഇനി 25 × 54 ചെയ്താൽ മതി, 25 × 77 ഇത്ര മക്കളെ, 77 × 25 ചെയ്താൽ നമുക്കറിയാം 5 × 35 ശിഷ്ടം 3, 5 × 35 38 എന്ന് വരും. 2 × 14 ശിഷ്ടം 1, 2 × 14 15 എന്ന് വരും. = 5, 2, 1 ഇട്ടാൽ 9, 1 1925 എന്ന് ആൻസർ കിട്ടും. അതായത് മക്കളെ നമ്മളെ ഫസ്റ്റ് സീക്വൻസിൻ്റെ 25 ടേംസിൻ്റെ സമ്മ്, ആദ്യത്തെ 25 പദങ്ങളുടെ തുക എത്ര കിട്ടി, 1925 കിട്ടി. അടുത്ത സീക്വൻസ് ഏതാ മക്കളെ, നമുക്കറിയാം 8, 14, 20, 26 എക്സെട്ര. ആദ്യത്തെ എത്ര ടേംസിൻ്റെ സം തന്നെയാണ്, 25 ടേംസിൻ്റെ സമ്മാണ്. അപ്പോൾ തുക കാണാൻ ലൊക്കേഷൻ നമുക്കറിയാം Sn = n/2 × x1 + xn ആണ്. ഇതിൽ ഫസ്റ്റ് ടേം എത്ര മക്കളെ, ഫസ്റ്റ് ടേം 8 ആണ്. അതേപോലെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്ര മക്കളെ, പൊതുവ്യത്യാസം 6 ആണ്. അടുത്തത് എന്താ മക്കളെ, നമുക്ക് n തന്നുകൂടി 25 ടേംസ് തന്നെയാണ്. ഇനി xn പറഞ്ഞാൽ x 25 കണ്ടുപിടിക്കണ്ടേ. എങ്ങനെ മക്കളെ 25ാമത്തെ പദം കണ്ടുപിടിക്കുക, ഈ സീക്വൻസിൻ്റെ എല്ലാ ടേംസിൻ്റെയും ബന്ധം നോക്ക്. ഫസ്റ്റ് ടേം 2ൻ്റെ ഫസ്റ്റ് ടേം തമ്മിൽ 3 ഡിഫറൻസ് ആണ്. ആദ്യത്തിന് 5 ആണെങ്കിൽ 8, 11 ആണെങ്കിൽ 3 കൂട്ടിയ 14, 17 ആണെങ്കിൽ 3 കൂട്ടിയ 20, 23 ആണെങ്കിൽ 3 കൂട്ടിയ 26. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസിൻ്റെ 25ാം പദം നമുക്ക് 149 കിട്ടിയിട്ടില്ലേ, അതിൽക്കൂടി ഒരു 3 കൂട്ടിയാൽ മതിയില്ലേ. 149 + 3 = എത്ര കിട്ടും, 25ാം പദം നമുക്ക്
152 എന്ന് കിട്ടും. എത്ര കിട്ടും മക്കളെ? 152. ജസ്റ്റ് ലോജിക്കാണ് ഈ സീക്വൻസിൻ്റെ കണക്ഷൻ വെച്ചിട്ട് ഇനി നേരെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. അതായത് 25/2 ഇൻറ്റു x1 എത്ര മക്കളെ? 8 പ്ലസ് x എന്ന് പറഞ്ഞാൽ 152 എന്ന് വരും. സീക്വൽ ടു 25/2 ഇൻറ്റു 8 152 കൂട്ടി നമുക്ക് 160 ആണെന്നറിയാം. ഇതും കട്ട് ചെയ്ത് എത്ര വരും മക്കളെ? 80 വരും. എത്ര മക്കളെ? 80 × 25 പറഞ്ഞാൽ 80 × 20 പറഞ്ഞാൽ 1600, 1600 4 × 80 പറഞ്ഞാൽ 400, 2000 കിട്ടും നമുക്ക്. അതായത് മക്കളെ ഇതിൻ്റെ 25 ടേംസിൻ്റെ സം എത്ര കിട്ടി നമുക്ക്? 2000 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് സെക്കൻഡ് സീക്വൻസിൻ്റെ 25 ടേംസിൻ്റെ സമ്മ് ഫസ്റ്റ് സീക്വൻസിലാണ് എത്ര കൂടുതലാണെന്നാണ് ചോദിച്ചത്. ഹൗ മച്ച് മോർ, എത്ര കൂടുതലാണ്? അങ്ങനെ ഇത് കുറച്ചാൽ മതിയില്ലേ. അതായത് നമുക്ക് എത്ര കൂടുതലാണെന്ന് വെച്ചാൽ 2000 മൈനസ് 1925 അല്ലേ, 925 ഈസിക്കൽ നമുക്ക് എത്ര കിട്ടും? 75 എന്ന് കിട്ടും. അതായത് തമ്മിൽ ഡിഫറൻസ് എത്ര മക്കളെ? ഡിഫറൻസ് ഈസിക്കൽ ടു 75 ആൻസർ കിട്ടും. അതായത് ബി ക്വസ്റ്റിന് ആൻസർ എത്ര കിട്ടും മക്കളെ? 75 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്ന് ഇതേപോലെ ചെയ്യണം. എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ മക്കളെ? നമ്മുടെ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താ നമ്മളോട് പറഞ്ഞേ? ദ സീക്വൻസ് ഓഫ് ദ സം ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ അരിതമെറ്റിക് സീക്വൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം ഫസ്റ്റ് ഈസ് 5, 16, 33 എക്സെട്ര. അതായത് മക്കളെ ഇതൊരു അരിതമെറ്റിക് സീക്വൻസ് അല്ല, ഇതൊരു സീക്വൻസ് ആണ്. ഇതൊരു സമാന്തര ശ്രേണി അല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ എന്താണ്? ഇതൊരു ശ്രേണിയാണ്. എന്തിൻ്റെ ശ്രേണി? കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ, അടുത്തടുത്ത ടേംസിൻ്റെ അടുത്തടുത്ത പദങ്ങളുടെ തുകയുടെ ശ്രേണിയാണ് എന്നാ പറഞ്ഞു. ഏതോ ഒരു അരിതമെറ്റിക് സീക്വൻസിൻ്റെ ഒരു സമാന്തര ശ്രേണിയുടെ അടുത്തടുത്ത പദങ്ങളുടെ തുകയുടെ ശ്രേണിയാണ് നമുക്ക് തന്നിക്കണേ. അതായത് ഒരു അരിതമെറ്റിക് സീക്വൻസിൻ്റെ കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ സമ്മിൻ്റെ, സം ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ എന്താണെന്നാ തന്നിക്കണേ? സീക്വൻസ് ആണ് തന്നിക്കണേ. അതായത് മക്കളെ ഏതോ ഒരു അരിതമെറ്റിക് സീക്വൻസ്, ഞാനൊരു അരിതമെറ്റിക് സീക്വൻസ് നമുക്ക് എക്സാമ്പിളിന് ഒരു x1, x2, x3 എക്സെട്ര, ഇതാണ് ഇതിൻ്റെ ഒരു അരിതമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി എഴുതിക്കോ. ഈ അരിതമെറ്റിക് സീക്വൻസിൻ്റെ ഏതോ ഒരു അരിതമെറ്റിക് സീക്വൻസിൻ്റെ കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ സമ്മിൻ്റെ സീക്വൻസ് ആണ്. അതായത് അടുത്തടുത്ത പദങ്ങളുടെ തുകയുടെ ശ്രേണിയാണ് ഇവിടെ തന്നിക്കണേ. അതായത് മക്കളെ ഇതിൻ്റെ ഫസ്റ്റ് ടേം പറഞ്ഞാൽ S1 ആണ്. എന്താ മക്കളെ S1 പറഞ്ഞാൽ? സം ഓഫ് ഫസ്റ്റ് 1 ടേംസ്, ആദ്യത്തെ ഒരു പദത്തിൻ്റെ തുക. ഓക്കെ, അതാണ് നമുക്ക് തന്നിക്കണേ. ഇതൊക്കെ രണ്ടാമത്തെ ടേം പറഞ്ഞാൽ S2 ആണ്. എന്താ S2 പറഞ്ഞ മക്കളെ? സം ഓഫ് ഫസ്റ്റ് 2 ടേംസ്, ആദ്യത്തെ 2 പദങ്ങളുടെ തുക. അങ്ങനെ ഇതിന്റെ മൂന്നാമത്തെ ടേം എന്താക്കണം മക്കളെ? ഇത് S3 ആണ്. എന്താ മക്കളെ S3 പറഞ്ഞാൽ? സം ഓഫ് ഫസ്റ്റ് 3 ടേംസ്, ആദ്യത്തെ 3 പദങ്ങളുടെ തുക. അപ്പൊ മക്കളെ എത്ര ഉള്ള ക്വസ്റ്റ്യൻ തന്നത്? ദ സീക്വൻസ് ഓഫ് സം ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ അരിതമെറ്റിക് സീക്വൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം ഫസ്റ്റ് ഈസ് 5, 16, 33 എക്സെട്ര. ഇതൊരു സീക്വൻസ് ആണ്. എന്തിൻ്റെ? കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ സമ്മിൻ്റെ. ഏതോ ഒരു അരിതമെറ്റിക് സീക്വൻസ്, ഏതോ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ കുറച്ച് തൊട്ടടുത്ത പദങ്ങളുടെ തുകയുടെ ശ്രേണിയാണ് ഇത് തന്നിക്കണേന്ന് പറഞ്ഞു. ഒരിക്കലും ഇത് അരിതമെറ്റിക് സീക്വൻസ് അല്ല, നമ്മുടെ സമാന്തര ശ്രേണി അല്ല കേട്ടോ. ഞാൻ പറഞ്ഞു ഏതോ ഒരു അരിതമെറ്റിക് സീക്വൻസിന്റെ കോൺസിക്യൂട്ടീവ് ടേംസിന്റെ സമ്മിന്റെ സീക്വൻസ് ആണ്. 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന, ഫസ്റ്റ് ടേം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതോ ഒരു കോൺസിക്യൂട്ടീവ് ടേംസിന്റെ സമ്മിന്റെ സീക്വൻസ് ആണ്. തുകയുടെ ശ്രേണി നമുക്ക് തന്നിക്കണേ. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ടേമിന് x1 എന്നാണ് വിളിക്കുക. അല്ല, ഇത് അരിതമെറ്റിക് സീക്വൻസ് അല്ല, സമ്മിന്റെ സീക്വൻസ് ആണ്, തുകയുടെ ശ്രേണിയാണ്. അങ്ങനെയായി നമ്മൾ എന്താ വിളിക്കുക? ഫസ്റ്റ് ടേമിന് S1 പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് ടേം, ആദ്യത്തെ പദത്തിന്റെ തുക. അടുത്തതിന് എന്താ വിളിക്കുക? S2, ആദ്യത്തെ 2 പദങ്ങളുടെ തുക. അതായത് സം ഓഫ് ഫസ്റ്റ് 2 ടേംസ്. മൂന്നാമത്തെ ടേമിന് എന്താ വിളിക്കുക? സം ഓഫ് ഫസ്റ്റ് 3 ടേംസ്, ആദ്യത്തെ 3 പദങ്ങളുടെ തുക. അങ്ങനെയാണ് മക്കളെ S1 തന്നെയല്ലേ മക്കളെ x1ഉം. അതായത് ആദ്യത്തെ പദത്തിന്റെ തുക പറഞ്ഞാൽ ആദ്യം ഒരു പദം ഉള്ളല്ലോ, അതന്നെയല്ലേ നമ്മൾ x1. അപ്പോൾ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആൻസർ എഴുതുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമും കാണാൻ പറഞ്ഞുകൂടും, സെക്കൻഡ് ടേമും കണ്ടുപിടിക്കാൻ പറഞ്ഞുകൂടും. ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ആദ്യ പദവും 2ാം പദവും കണ്ടുപിടിക്കാൻ പറഞ്ഞുകൂടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം S1 തന്നെയാണ് x1ഉം. ആദ്യത്തെ ഒരു പദത്തിന്റെ തുക സം ഓഫ് ഫസ്റ്റ് 1 ടേം പറഞ്ഞാൽ അത് ഫസ്റ്റ് ടേം തന്നെയല്ലേ, x1 തന്നെയല്ലേ. അപ്പോൾ നമുക്ക് മക്കളെ x1 ഈസിക്കൽ എത്ര എഴുതാം? 5 എന്ന് എഴുതാം. മനസ്സിലായി മക്കളെ? സിമ്പിൾ അല്ലേടാ. അപ്പോൾ നിങ്ങൾ ലോജിക്ക് മനസ്സിലാക്കണം. സം ഓഫ് ഫസ്റ്റ് 1 ടേം, അതായത് ആദ്യത്തെ ഒരു പദത്തിന്റെ തുക പറഞ്ഞാൽ ആദ്യ പദം തന്നെയല്ലേ, ഫസ്റ്റ് ടേം തന്നെയല്ലേ. അപ്പോൾ നമുക്ക് x1ഉം S1ഉം ഈക്വൽ അല്ലേ. അങ്ങനെയാണെങ്കിൽ x1 ഈസിക്കൽ എന്ത് ചെയ്താൽ മക്കളെ? നമുക്ക് 5 എന്ന് എഴുതാം. ഇനി മക്കളെ ഞാൻ ചോദിക്കുന്ന കാര്യം, S2 പറഞ്ഞ എന്താ? സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് അല്ലേ, ആദ്യത്തെ 2 പദങ്ങളുടെ തുകക്കല്ലേ നമ്മൾ S2 എന്ന് വിളിക്കുക. അപ്പോൾ ആദ്യത്തെ 2 പദങ്ങളുടെ തുക സം ഓഫ് ഫസ്റ്റ് 2 ടേംസിന് നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ സീക്വൻസ് x1, x2, x3 എക്സെട്ര പറഞ്ഞ ഒരു അരിതമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് ആണ് ആദ്യത്തെ 2 പദങ്ങൾ കൂട്ടല്ലേ, അതല്ലേ നമ്മൾ S2 എന്ന് വിളിക്കുക. അപ്പോൾ ആദ്യത്തെ 2 പദങ്ങൾ കൂട്ടുക നമുക്ക് എന്ത് എഴുതി കൂടെ മക്കളെ? x1 + x2 എന്ന് എഴുതി കൂടെ. അതായത് സം ഓഫ് ഫസ്റ്റ് 2 ടേംസിന് നമുക്ക് എന്ത് എഴുതാം? x1 + x2 എന്ന് എഴുതാം. ആദ്യത്തെ 2 പദങ്ങൾ കൂട്ടിയത് അത് എത്ര ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? നമുക്ക് 16 തന്നിട്ടുണ്ട്.
തന്നിട്ടുണ്ട്. ഇതിൽ x1 നമ്മൾ കണ്ടുപിടിച്ചില്ല, 5 അല്ലേ. 5 + x2 = എന്ത് വരും മക്കളെ? 16 വരും. അപ്പോൾ x2 = എന്ത് വരും? 16 ഇവിടെ ഉണ്ട്, +5 അങ്ങോട്ട് പോകുമ്പോൾ -5 = 11 കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്ര വരും മക്കളെ? d = എന്താണ് 11 - 5 = 6 എന്ന് കിട്ടൂലേ? കോമൺ ഡിഫറൻസ് 6 കിട്ടി. പൊതുവ്യത്യാസം 6 കിട്ടി, ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും. അങ്ങനെയാണ് മക്കളെ നമ്മളോട് ബി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? റൈറ്റ് ദ ആൽജിബ്രായിക് എക്സ്പ്രഷൻ, ബീജഗണിത രൂപം എഴുതാൻ. അങ്ങനെ മക്കളെ നമുക്ക് ഈ ശ്രേണി ഒന്ന് എഴുതി കൊടുക്കണേ. സെക്കൻഡിൻ്റെ നമുക്ക് സീക്വൻസ് എങ്ങനെ എഴുതാം മക്കളെ? ഈ ശ്രേണി എങ്ങനെ എഴുതാം? ഫസ്റ്റ് പദം 5, സെക്കൻഡ് ടേം 5 + 6, കോമൺ ഡിഫറൻസ് 6 അല്ലേ, 11, 17 എക്സെട്ര. ഇതല്ലേ നമ്മളെ സമാന്തര ശ്രേണി വരെ മക്കളെ. നമുക്കിത് കറക്റ്റ് ആണോ നോക്കാം. ഈ x1 പറഞ്ഞ S1 തന്നെയല്ലേ, 5 തന്നെയാണ്. S2 പറഞ്ഞ സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് അല്ലേ, ആദ്യത്തെ 2 പദങ്ങൾ കൂട്ടിയാൽ നമ്മൾ S2 എന്ന് പറയാം. ഇത് നമ്മൾ കൂട്ടി വെക്കാം മക്കളെ. 5ഉം 11 കിട്ടുമ്പോൾ 16 കിട്ടുന്നുണ്ടോ? 16 കിട്ടുന്നുണ്ട്. ഇനി S3 പറഞ്ഞ എന്താണ്? ആദ്യത്തെ 3 പദങ്ങളുടെ തുക, സം ഓഫ് ഫസ്റ്റ് 3 ടേംസ്, ആദ്യത്തെ 3 ടേംസ് കൂട്ടുമ്പോൾ ഇത് കിട്ടുന്നുണ്ടോ മക്കളെ? നോക്ക്, 5ഉം 11ഉം കൂട്ടിയാൽ 16, 16ഉം 17ഉം കൂട്ടിയാൽ 33 കിട്ടുന്നില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ സീക്വൻസ്. അപ്പോൾ ഈ ഒരു സീക്വൻസിൻ്റെ സമ്മിൻ്റെ സീക്വൻസ്, ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസ്, ഈ ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ശ്രേണിയാണ്. സമ്മിൻ്റെ സീക്വൻസ് നമുക്ക് തന്നിക്കണേ. അതിന് നമ്മൾ എന്ത് എഴുതി? സീക്വൻസ് ഏതാന്ന് എഴുതി. അപ്പോൾ ഇതേപോലെ ആൻസർ. ഇനി നമുക്ക് ബീജഗണിത രൂപം എഴുതാൻ പറയാം മക്കളെ. ആൽജിബ്ര എക്സ്പ്രഷൻ എഴുതാൻ എന്ത് ചെയ്യുക? xn = dn + f - d എന്നാണ്. ഇവിടെ കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം നമുക്ക് 6 കിട്ടിക്കണം. rn പ്ലസ് ഫസ്റ്റ് ടേം എത്ര മക്കളെ? 5 - 6 എത്ര കിട്ടും? rn + -1. 5 ന് 6 കുറച്ച് എത്ര മക്കളെ? വലുതിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 6 ന് 5 കുറച്ച് 1 ചിഹ്നം ഏതാണ്? മൈനസ്. ഇനി പ്ലസ് മൈനസ് ഒപ്പം വന്നാൽ എന്താവും മക്കളെ? അത് മൈനസായി മാറും. ഇസിക്കൽ എത്ര വരും? rn - 1 കിട്ടും. അതായത് ഈ സീക്വൻസിൻ്റെ ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം ആൽജിബ്ര എക്സ്പ്രഷൻ എത്ര കിട്ടി? 6n - 1 കിട്ടി. അപ്പോൾ ഈ ലെവൽ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയണ്ടോ മക്കളെ? അപ്പോൾ എല്ലാ മക്കൾക്കും ആൻസർ ചെയ്യാൻ കഴിയണം. സെറ്റ് അല്ലേടാ? അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അപ്പോൾ മക്കളെ നമ്മുടെ 12ാമത്തെ ക്വസ്റ്റ്യന് A or B വരുന്ന ക്വസ്റ്റ്യനാണ്. A അല്ലെങ്കിൽ B എഴുതിയാൽ മതി. നമ്മളെ 12th ക്വസ്റ്റ്യൻ വരുന്നത് A or B വരുന്ന 4 മാർക്സിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് A അല്ലെങ്കിൽ B എഴുതിയാൽ മതി. മക്കളെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, A നമുക്ക് ചെയ്യണം, A ഞാൻ അടുത്ത് ചെയ്തു തരും. പക്ഷേ B പറഞ്ഞാൽ 12ൽ B നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ വർഷം നമുക്ക് എന്തില്ല, നമ്മൾ 2 ടോപ്പിക് ഉണ്ടായിരുന്നു ഈ ചാപ്റ്ററിൽ. 2 ടോപ്പിക് ആയിരുന്നു, സ്ക്വയർ കംപ്ലീഷനും അതേപോലെ ഒരു -b + or -√b² - 4ac/2a. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പറഞ്ഞ ചാപ്റ്ററിൽ ഈ 2 കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഈ രണ്ടാമത്തെ കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ബി ക്വസ്റ്റ്യൻ ചെയ്യുക. ഫസ്റ്റ് കൺസെപ്റ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ A ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം, B ക്വസ്റ്റ്യൻ നമുക്ക് ഈ കൺസെപ്റ്റ് വെച്ച് ചെയ്യാൻ കഴിയില്ല. ഇത് നമ്മൾ 9th ചാപ്റ്റർ എത്തുമ്പോൾ, പോളിനോമിയൽസ് പറഞ്ഞ ചാപ്റ്ററിൽ അവിടെ എത്തുമ്പോൾ നമ്മളിത് പഠിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യേണ്ടത്, ഇക്വേഷനൊക്കെ നമ്മൾ ഇവിടെ പഠിക്കുന്നില്ല. ഈ ചാപ്റ്ററിൽ ഇപ്രാവശ്യം അത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൺ എക്സാമിനും കാര്യങ്ങളും എഫക്റ്റ് ചെയ്യില്ല. ഇത് നമ്മൾ 5th ചാപ്റ്ററിൽ ഇത് വരുന്നില്ല. അപ്പോൾ നമുക്ക് 12ൽ A ചെയ്യണം, B ചെയ്യേണ്ട. നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യൻ A or B ചെയ്യുന്നു, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ B എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യാത്ത ചോദിച്ചാൽ നമുക്ക് ഇതവിടെ ആവശ്യമില്ല, അതിപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഈ ചാപ്റ്ററിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ മക്കളെ. അങ്ങനെയാണ് നമുക്ക് നോക്കാം A ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കട്ടെ മക്കളെ. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് പറഞ്ഞത്, വൺ സൈഡ് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 14 cm മോർ ദാൻ അതർ സൈഡ് ആൻഡ് ഇറ്റ്സ് ഡയഗണൽ ഈസ് 26 cm. അതായത് ഒരു ചതുരത്തിന്റെ ഒരു വശം മറ്റേ വശത്തേക്കാൾ 14 സെന്റിമീറ്റർ കൂടുതലാണ്. അതിന്റെ വികർണം 26 സെന്റിമീറ്റർ ആണ്. നമ്മളോട് നീളം വീതിയും കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ മക്കളെ ഒരു ചതുരം പറഞ്ഞാൽ ഓക്കെ, ഇതിന്റെ എന്താ പറയാ, വീതി ഞാൻ x എടുക്കുകയാണെങ്കിൽ ഒരു വശം മറ്റേ വശത്തിനേക്കാൾ 14 സെന്റിമീറ്റർ കൂടുതൽ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇത് എത്ര വരിക? x + 14 വരും. 1x ആണെങ്കിൽ അതിലാണ് 14 കൂടുതൽ. ഇതിന്റെ ഡയഗണൽ വികർണം 26 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ? നമുക്കറിയാം ഒരു ചതുരത്തിന്റെ കോൺ എത്ര ആക്കാരം? 90 ഡിഗ്രി ആക്കാരം. അങ്ങനെയാണെങ്കിൽ ഇതൊരു മട്ടത്രികോണല്ലേ? നമുക്ക് ഏത് സിദ്ധാന്തം യൂസ് ചെയ്യാം മക്കളെ? പൈതഗോറസ് സിദ്ധാന്തം യൂസ് ചെയ്തൂടെ? പൈതഗോറസ് തിയറം യൂസ് ചെയ്തൂടെ? എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. അതായത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മൾ ആദ്യം ടേക്ക് വൺ സൈഡ്, ടേക്ക് എന്താ പറയുക, ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു, വീതി നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്? ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു x, ദെർഫോർ ലെങ്ത് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം എന്താണ്, ഇതിൽ 14 മീറ്റർ കൂടുതലല്ലേ? x + 14 കിട്ടി. ഇനി നമുക്കിത് പൈതഗോറസ് സിദ്ധാന്തം യൂസ് ചെയ്യുമ്പോൾ എന്താ വരും മക്കളെ? ബേസ് സ്ക്വയർ പറഞ്ഞാൽ x + 14 ഹോൾ സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ പറഞ്ഞാൽ x² ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ പറഞ്ഞാൽ 26². അതായത് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഈസ് ഈക്വൽ ഹൈപ്പോട്ടനസ് സ്ക്വയർ, പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ സമം കർണം സ്ക്വയർ. അങ്ങനെയാണ് മക്കളെ എന്താ a + b ഹോൾ സ്ക്വയർ? a + b ഹോൾ സ്ക്വയർ പറഞ്ഞാൽ a² പ്ലസ് 2ab പ്ലസ് b² ആണ്. അങ്ങനെയാണ് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അതായത് x + 14 ഹോൾ സ്ക്വയർ പറഞ്ഞാൽ x² പ്ലസ് 2 × x × 14 പ്ലസ്
14 സ്ക്വയർ എന്ന് വരും. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 14 പറഞ്ഞാൽ 2 ഇൻറ്റു 14 28 എക്സ് എന്ന് വരും. പ്ലസ് 14 സ്ക്വയർ പറഞ്ഞാൽ നമുക്കറിയാം 196 ഓക്കെ. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് 14 ഹോൾ സ്ക്വയറിന് പകരം എന്ത് ചെയ്താം? എക്സ് സ്ക്വയർ പ്ലസ് 28 എക്സ് പ്ലസ് 196. അങ്ങനെയാണ് ഇതിൻ്റെ പകരം ഞാൻ കൊടുക്കുകയാണ് എക്സ് സ്ക്വയർ പ്ലസ് 28 എക്സ് പ്ലസ് 196 ഈസ് ഈക്വൽ ടു പ്ലസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 26 സ്ക്വയറിന് 26 സ്ക്വയർ എത്ര മക്കളെ? 26ൻ്റെ സ്ക്വയർ ആണ്. 25ൻ്റെ സ്ക്വയർ നമുക്ക് 625 ആടാം. അപ്പോൾ 676 എന്ന് കിട്ടും. 26ൻ്റെ സ്ക്വയർ എത്ര വരും? 676. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 28 എക്സ് പ്ലസ് 96 ആണ് എക്സ് പ്ലസ് 14 ഹോൾ സ്ക്വയർ പ്ലസ് ഒരു എക്സ് സ്ക്വയർ ഇവിടെ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈസിക്കൽ നമുക്ക് എത്ര കിട്ടും? 676 എന്ന് കിട്ടും. ഇനി മക്കളെ എക്സ് സ്ക്വയർ ആദ്യം എഴുതണം. അപ്പോൾ ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. ഒരു എക്സ് സ്ക്വയറും കൂട്ടി എത്ര മക്കളെ കിട്ടുക? 2 എക്സ് സ്ക്വയർ അല്ലേ? അപ്പോൾ 2 എക്സ് സ്ക്വയർ പ്ലസ് 28 എക്സ് ഈസ് ഈക്വൽ ടു 676. ഇവിടെ ഒരു പ്ലസ് 196 ഉണ്ടായില്ലേ? നമ്മൾ നമ്പേഴ്സിനൊക്കെ ഒരു സൈഡ് എടുക്കുക. നമ്മൾ ചെയ്യുന്നത് എക്സിലെ ടേംസ് ഒക്കെ ഒരു സൈഡിലും നമ്പേഴ്സ് ഒക്കെ ഒരു ടേം സൈഡിലും ആക്കുകയാണ്. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ 2 എക്സ് സ്ക്വയർ ആയി പ്ലസ് 28 എക്സ് ഉണ്ട്. 676 അവിടെ ഓൾറെഡി ഉണ്ട്. ഈ പ്ലസ് 196 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 196 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 എക്സ് സ്ക്വയർ പ്ലസ് 28 എക്സ് ഈസ് ഈക്വൽ ടു 676 196 കുറച്ച് എത്ര മക്കളെ? 676 100 കുറച്ചാൽ 576. 576 96 കുറച്ചാൽ നമുക്ക് 480 എന്ന് കിട്ടും. എത്ര കിട്ടും മക്കളെ? 480. ഇനി നമുക്കിത് സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇപ്പോൾ 3 കണ്ടീഷൻ ഞാൻ പറഞ്ഞില്ല. ഫസ്റ്റ് എക്സിൻ്റെ കോഫിഷ്യൻ്റ് ഈവൻ നമ്പറാണ്, ഇരട്ട സംഖ്യയാണ്. ഇനി എന്താ നോക്കേണ്ടത്? എക്സ് സ്ക്വയറിൻ്റെ കൂടെയുള്ള നമ്പർ എന്താവണം? 1 ആവണം. ഇവിടെ 1 ആണോ മക്കളെ? അല്ല, ഇവിടെ 2 ആണ്. അപ്പോൾ 2 ആണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു തന്നിട്ടില്ല നിങ്ങൾക്ക് മക്കളെ? എന്താ ചെയ്യേണ്ടത്? എക്സ് സ്ക്വയറിൻ്റെ കൂടെ 2 ആണെങ്കിൽ ആ 2നെ കളയണ്ടേ? 2നെ കളയാൻ എന്ത് ചെയ്യണം? എല്ലാം മൊത്തം ഇക്വേഷൻ ടോട്ടൽ 2 ഡിവൈഡ് ചെയ്യണം. അതായത് ഇത് മൊത്തം 2 ഡിവൈഡ് ചെയ്യണം, ഇവിടെയും 2 ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണ് മക്കളെ എന്താ പറയുക? 2 എക്സ് സ്ക്വയർ ബൈ 2 പറഞ്ഞാൽ കട്ട് ചെയ്ത് പോകും. 28 ബൈ 2 നമുക്ക് എത്ര കിട്ടും? 14. അങ്ങനെയാണെങ്കിൽ ബാക്കി എന്താ ഉണ്ടാവും? അവിടെ എക്സ് സ്ക്വയർ പ്ലസ് 14 എക്സ് ഈസിക്കൽ ടു 480ൻ്റെ പകുതി അറിഞ്ഞാൽ നമുക്കറിയാം 240. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കൂടെ ഏത് നമ്പർ ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ ആ നമ്പറോട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 2 എക്സ് സ്ക്വയർ ബൈ 2 പറഞ്ഞാൽ എക്സ് സ്ക്വയറിന് കിട്ടും. 28 എക്സ് ബൈ 2 പറഞ്ഞാൽ 14 എക്സ് കിട്ടും. 480 ബൈ 2 പറഞ്ഞാൽ 240. ഇനി നമുക്ക് വർഗത്തിൽ ചെയ്തുകൊണ്ട് എന്താ മക്കളെ വരിക? എക്സ് സ്ക്വയർ പ്ലസ് 14 എക്സ് പ്ലസ് 14ൻ്റെ പകുതി 7 അല്ലേ? 7 സ്ക്വയർ ഈസിക്കൽ ടു 240 പ്ലസ് 7 സ്ക്വയർ പറഞ്ഞാൽ നമുക്കറിയാം 49 ആണ്. ഇനി ഇതിനെന്ത് എഴുതാൻ പറ്റും? നമുക്ക് എക്സ് സ്ക്വയറിന് എക്സ് എടുക്കും, 7 സ്ക്വയറിന് 7 എടുക്കും. ഫസ്റ്റ് സൈൻ ഏതാണ്? പ്ലസ് അല്ലേ? എക്സ് പ്ലസ് 7 ഹോൾ സ്ക്വയർ ഈസിക്കൽ ടു എത്ര വരും? 289 എന്ന് വരും. ഇനി നമുക്ക് ബാക്കി അവിടെ എഴുതാം. അപ്പോൾ എക്സ് പ്ലസ് 7 ഹോൾ സ്ക്വയർ ഈസിക്കൽ ടു 289 എന്ന് വരും. അപ്പോൾ എക്സ് പ്ലസ് 7 ആണെന്ന് എന്ത് വരും? റൂട്ട് 289. അപ്പോൾ എക്സ് പ്ലസ് 7 ഈസിക്കൽ ടു എത്ര മക്കളെ? റൂട്ട് 289 പറഞ്ഞാൽ 17 ആണ്. അപ്പോൾ എക്സ് പ്ലസ് 7 ഈസിക്കൽ ടു 17, എക്സ് ഈസിക്കൽ എന്ത് വരും? 17 പ്ലസ് 7 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 7 ഈസിക്കൽ ടു 10 എന്ന് കിട്ടും. അപ്പോൾ മക്കളെ നമുക്ക് എക്സ് ഈസിക്കൽ ടു 10 എന്ന് കിട്ടി. എക്സ് 10 കിട്ടിയില്ലേ? അപ്പോൾ നമ്മൾ എക്സ് എന്തായിട്ട് എടുത്തിന്ന്? എക്സ് ഇവിടെ എടുത്തായിട്ടല്ല. അപ്പോൾ ഇവിടെ എടുത്ത് ഈസിക്കൽ ടു എക്സ് ഈസിക്കൽ നമുക്ക് എത്ര എഴുതാം? 10 സെൻറ്റിമീറ്ററിന് എഴുതാം. അപ്പോൾ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാൻ therefore breadth is equal to x is equal to 10 സെൻറ്റിമീറ്റർ ആൻഡ് length is equal to x plus 14 അല്ലേ? അതായത് 10 പ്ലസ് 14 പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും മക്കളെ? 24 സെൻറ്റിമീറ്ററിന് കിട്ടും. എത്ര കിട്ടും? 24 സെൻറ്റിമീറ്ററിന് കിട്ടും. അതായത് ലെങ്ത്ത് 10 സെൻറ്റിമീറ്ററിന് കിട്ടി, ബ്രെഡ്ത്ത് എത്ര കിട്ടി? 24 സെൻറ്റിമീറ്ററിനും കിട്ടി. അപ്പോൾ മക്കളെ നമ്മുടെ 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 13ാമത്തെ ക്വസ്റ്റ്യനും നമ്മൾ 12ാമത്തെ പറഞ്ഞ പോലെ എ ഓർ ബി ആണ്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ എന്ത് നോക്കാം? എയും ബിയും ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 13 ഓർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എ അല്ലെങ്കിൽ ബി നിങ്ങൾക്ക് എഴുതാം. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് മക്കളെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എ ക്വസ്റ്റ്യൻ എന്ത് വെക്കാം? എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മക്കളെ? ഈസ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് ആൻ ഓഡ് റിമൈൻഡർ. ഓഡ് റിമൈൻഡർ ആണ് ഓൺ ഡിവിഷൻ ബൈ 6. അതായത് മക്കളെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, 6 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒറ്റ സംഖ്യ വരണം. ഓക്കെ, 6 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒറ്റ സംഖ്യ വരുന്ന NL സംഖ്യകളുടെ ശ്രേണി എഴുതാണ് പറഞ്ഞത്. ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് NL സംഖ്യകളുടെ ശ്രേണി എഴുതണം. വിച്ച് ലീവ് ആൻ ഓഡ് റിമൈൻഡർ. എന്ത് കിട്ടണം നമുക്ക്? ശിഷ്ടം ഒറ്റ സംഖ്യ കിട്ടണം ഓൺ ഡിവിഷൻ ബൈ 6. 6 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒറ്റ സംഖ്യ വരുന്ന NL സംഖ്യകളുടെ ശ്രേണി എഴുതാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ശ്രേണി എഴുതുമ്പോൾ അതൊരു അരിതമെറ്റിക് സീക്വൻസ് ആണോ, അതൊരു സമാന്തര ശ്രേണി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പറഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് ആ സീക്വൻസ്, ആ ശ്രേണി ഒന്ന് എഴുതി വെക്കാലോ മക്കളെ. നമ്മളോട് പറഞ്ഞത് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ മക്കളെ നിങ്ങൾക്ക് അറിയാം നാച്ചുറൽ നമ്പേഴ്സ് NL സംഖ്യ പറഞ്ഞാൽ 1 2 3 4 5 6 7 8 9 എക്സെട്ര. ഇതല്ലേ നാച്ചുറൽ നമ്പേഴ്സ്, NL സംഖ്യകൾ പറയാം. ഇതിനെ നമ്മൾ 6 കൊണ്ട് ഹരിക്കുകയാണ്. NL സംഖ്യ നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം മക്കളെ. ആദ്യം 1നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1ൽ 6 പോവോ? ഇല്ല.
0. അപ്പോൾ റിമൈൻഡർ എത്ര വരും മക്കളെ? 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്പർ എത്ര കിട്ടി? ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം ഏതാണ്? 1 ആണ്. കാരണം 1നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒരു ഓഡ് നമ്പർ അല്ലേ, ശിഷ്ടം ഒറ്റ സംഖ്യ അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇത് കിട്ടി, നമുക്ക് 1 എന്ന് കിട്ടി. അടുത്ത ഇനി 2 കൊണ്ട് ചെയ്യുമ്പോൾ 2നെ 6 കൊണ്ട് ചെയ്യുമ്പോൾ 6ൽ 2 പോകില്ല, 0. അപ്പോൾ റിമൈൻഡർ എത്ര കിട്ടുക മക്കളെ? നമുക്ക് 2 കിട്ടുക. 2 പറ്റുമോ? ഇല്ല, നമ്മളോട് എന്താ പറഞ്ഞിരിക്കണേ? ഓഡ് റിമൈൻഡറാണ് വന്നിരിക്കണം. ഒറ്റ സംഖ്യ വരണം. 2 ഒറ്റ സംഖ്യയാണോ? അല്ല, ഇരട്ട സംഖ്യയാണ്. അപ്പോൾ 2 പറ്റൂല. ഇനി നമ്മൾ 3 നോക്കുമ്പോൾ 3ൽ 6 0 വട്ടം, അപ്പോൾ റിമൈൻഡർ 3 പറ്റൂലേ മക്കളെ? ശിഷ്ടം ഓഡ് നമ്പർ അല്ലേ, ഒറ്റ സംഖ്യ അല്ലേ. അപ്പോൾ 1 3 വരും. അടുത്ത അപ്പോൾ നമ്മൾ അതിലോട്ട് നോക്കുമ്പോൾ 4 നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം റിമൈൻഡർ എത്ര ആക്കണം വരിക? 4 എന്നാണ് വരിക. 5 കൊണ്ട് ചെയ്യുമ്പോഴോ? 5 കൊണ്ട് ചെയ്യുമ്പോൾ റിമൈൻഡർ 5 വരും. അപ്പം 5 പറ്റൂലേ? 6 കൊണ്ട് ചെയ്യുമ്പോൾ പറ്റും മക്കളെ? 6നെ 6 കൊണ്ട് അരിച്ചാൽ ശിഷ്ടം 0 അല്ലേ കിട്ടുക. ഇനി നോക്ക് നിങ്ങൾ 7നെ അരച്ചൂടെ നമുക്ക്? 7നെ 6 കൊണ്ട് അരിക്കുമ്പോൾ 6ൽ 1 വട്ടം, ശിഷ്ടം എത്ര കിട്ടും? 1 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 7 എന്ന് പറയാം. ഇനി 8ന് പറ്റുമോ? 8 കൊണ്ട് 6ൽ അരിക്കുമ്പോൾ എന്താ വരിക? 8ൽ 6 1 വട്ടം, ശിഷ്ടം 2 വരും. 9 പറ്റുമോ മക്കളെ? 9നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ 9ൽ 6 1 വട്ടം, 6 ശിഷ്ടം എത്ര കിട്ടും? 3 കിട്ടും. ഓഡ് നമ്പർ അല്ലേ. നമുക്ക് ഇത്രേ ഉള്ളൂ മക്കളെ. നാച്ചുറൽ നമ്പേഴ്സിനെ NL സംഖ്യകളെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് കിട്ടണം? ശിഷ്ടം ഒറ്റ സംഖ്യ വരണം. അതായത് റിമൈൻഡർ എത്ര വരണം? ഓഡ് നമ്പർ വരണം. റിമൈൻഡർ എത്ര വരണം മക്കളെ? റിമൈൻഡർ നമുക്ക് ഓഡ് നമ്പർ വരണം. എന്ത് വരാൻ പറ്റൂല? ഈവൻ നമ്പർ വരാൻ പറ്റൂല. അങ്ങനത്തെ സീക്വൻസ് ഏതാണ്? അപ്പോൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഓഡ് വരുന്ന സീക്വൻസ് ഏതാ മക്കളെ? 1 3 5 7 9 എക്സെട്ര. ഇതല്ലേ മക്കളെ? ഇതൊരു അരിതമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചോദിച്ചേ? ഇതൊരു അരിതമെറ്റിക് സീക്വൻസ് അല്ലേ? സമാന്തര ശ്രേണി അല്ലേ? യെസ്, ദിസ് ഈസ് ആൻ അരിതമെറ്റിക് സീക്വൻസ്. ദിസ് ഈസ് ആൻ അരിതമെറ്റിക് സീക്വൻസ്. ഇതൊരു സമാന്തര ശ്രേണിയാണ്. എന്താ കാരണം? വൈ ചോദിച്ചു. വാട്ട് ഈസ് ദ റീസൺ? എന്താണ് ഇതിന്റെ കാരണം ചോദിച്ചു. ബിക്കോസ് ദർ ഈസ് കോമൺ ഡിഫറൻസ്. ഇവിടെ പൊതുവ്യത്യാസമല്ലേ. അപ്പോൾ ഒരു ശ്രേണി സമാന്തര ശ്രേണി ആവണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസമാണ്. ഇവിടെ കോമൺ ഡിഫറൻസ് എത്ര മക്കളെ? 2 അല്ലേ? അങ്ങനെ നമുക്ക് ദിസ് ഈസ് ആൻ അരിതമെറ്റിക് സീക്വൻസ് ബിക്കോസ് എന്താ കാരണം? ബിക്കോസ് ദർ ഈസ് കോമൺ ഡിഫറൻസ്. ഇവിടെ എന്തുണ്ട്? പൊതുവ്യത്യാസം ഉണ്ട്. ദർ ഈസ് കോമൺ ഡിഫറൻസ്. ബ്രാക്കറ്റിൽ എത്ര എഴുതി കൊടുക്കുക? 2 എന്ന് എഴുതി കൊടുക്കുക. ഇവിടെ കോമൺ ഡിഫറൻസ് എത്ര മക്കളെ? പൊതുവ്യത്യാസം 2 എഴുതി വെച്ചാൽ മതി. അപ്പോൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, നാച്ചുറൽ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഓഡ് നമ്പർ കിട്ടുന്ന സീക്വൻസ് ആണ് 1 3 5 7 9 എക്സെട്ര. ഇതൊരു അരിതമെറ്റിക് സീക്വൻസ് ചോദിച്ചു. സമാന്തര ശ്രേണി ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു യെസ്, ദിസ് ഈസ് ആൻ അരിതമെറ്റിക് സീക്വൻസ്. സാർ ഇതൊരു സമാന്തര ശ്രേണിയാണ്. എന്തുകൊണ്ടാണ് മക്കളെ സമാന്തര ശ്രേണിയെ പറയാൻ കാരണം? അവിടെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്, പൊതുവ്യത്യാസം ഉണ്ട്. ബിക്കോസ് ദർ ഈസ് എൻ കോമൺ ഡിഫറൻസ്. ദർ ഈസ് ഇല്ല അല്ലേ? ഓക്കെ, ബിക്കോസ് ദർ ഈസ് കോമൺ ഡിഫറൻസ് ബ്രാക്കറ്റിൽ എത്ര എഴുതി കൊടുക്കുക. അപ്പോൾ ഇത് സമാന്തര ശ്രേണി പറഞ്ഞു. ഇനി എന്താ നമ്മളോട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ച മക്കളെ? The algebraic form of the sum of first n terms. n ടേംസിന്റെ സമ്മിന്റെ n പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപം എഴുതാനാണ്. അപ്പോൾ ബീജഗണിത രൂപം എഴുതാൻ അറിയാം നമുക്ക്. തുകയുടെ ബീജഗണിത രൂപം എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സം ഓഫ് n ടേംസ് അറിയാത്തവർ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് മക്കളെ. നമ്മുടെ 3rd ചാപ്റ്ററിന്റെ വീഡിയോയിൽ എന്തായാലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർ പോയി കാണുക. അപ്പോൾ സം ഓഫ് n ടേംസ്, അതായത് തുകയുടെ ബീജഗണിത രൂപം എഴുതാൻ പറഞ്ഞാൽ ഇത്രയുള്ള മക്കളെ. സം ഓഫ് n ടേംസ് പറഞ്ഞാൽ SN, തുക കാണാൻ ഇക്വേഷൻ എന്താണ്? n/2 × x1 + xn ആണ്. ഇത്രയുള്ളൂ. സം ഓഫ് 10 ടേംസ് പറഞ്ഞാൽ നമ്മളിവിടെ എന്നിനൊക്കെ 10 ഇട്ട് കൊടുക്കും. സം ഓഫ് 20 ടേംസ് പറഞ്ഞാൽ എന്നിനൊക്കെ 20 ഇട്ട് കൊടുക്കും. സം ഓഫ് n ടേംസ് പറഞ്ഞാൽ എന്നിന് അതേപോലെ ഒക്കെ, എന്നിനൊന്നും ചെയ്യണ്ട. തുകയുടെ ബീജഗണിത രൂപം കാണാൻ പറഞ്ഞാൽ എന്തിൻ്റെ മക്കളെ? തുകയുടെ ബീജഗണിത രൂപം. സം ഓഫ് n ടേംസിന്റെ ആൽജിബ്രായിക് ഫോം കാണാൻ പറഞ്ഞാൽ സമ്മിന്റെ ഇക്വേഷനിൽ, തുകയുടെ ഇക്വേഷനിൽ എന്തിട്ട് കൊടുക്കുക? എന്നെ അവിടെ മാത്രം വെക്കുക. എന്നിനല്ലാത്ത എല്ലാത്തിനും വാല്യൂ എടുക്കുക. എന്നെ അതേപോലെ എഴുതി വെക്കട്ടെ മക്കളെ. അങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എഴുതാം. ഇവിടെ കോമൺ ഡിഫറൻസ്, ഇവിടെ പൊതുവ്യത്യാസം എത്ര മക്കളെ? 2 ആണ്. ഫസ്റ്റ് ടേം ആദ്യപദം എത്ര മക്കളെ? 1 ആണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? എന്നെ അതേപോലെ ഇത് xn എന്താ വരിക മക്കളെ? ബീജഗണിത രൂപം dn + f - d അല്ലേ? ഇവിടെ കോമൺ ഡിഫറൻസ് നമുക്കറിയാം 2 ആണ്. 2n പ്ലസ് ഫസ്റ്റ് ടേം 1 അല്ലേ? 1 - 2 ഇസിക്കൽ എത്ര വരും? 2n + 1 - 2 പറഞ്ഞാൽ മക്കളെ നമുക്കറിയാം -1 ആണ്. ഇസിക്കൽ പ്ലസ് മൈനസ് ഒപ്പം വന്ന മൈനസ് ആവില്ല. ഇസിക്കൽ എന്ത് വരും? 2n - 1 വരും. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എഴുതി. കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടേം xn നമ്മൾ കണ്ടുപിടിച്ചു. എന്നിന് വാല്യൂ കൊടുക്കരുത് മക്കളെ. ഇനി നേരെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ഇസിക്കൽ ടു n/2 × x1 എത്ര മക്കളെ? 1 അല്ലേ? 1 + xn പറഞ്ഞാൽ 2n - 1 എന്ന് വരും മക്കളെ. ഇവിടെ ഒരു +1 ഉണ്ട്, -1 ഉണ്ട്. 1 - 1 പറഞ്ഞാൽ 0 ആവും. പിന്നെ എന്തായാലും മക്കളെ n/2 × എന്തുണ്ട്? 2n എന്നുണ്ട്. എന്താ മക്കളെ? n/2 × 2n ഇല്ലേ? ഇവിടെ ഒരു /2 ഉണ്ട്, ഇവിടെ ഒരു ×2 ഉണ്ട്. അത് രണ്ടും കട്ടായി പോകും. ബാക്കി ഇവിടെ എന്തല്ലത്? n × n എത്ര മക്കളെ? n² ആണ്. അതായത് ഈ സീക്വൻസിന്റെ തുകയുടെ ബീജഗണിത രൂപം എത്ര കിട്ടിയ മക്കളെ? n² ആണ്.